ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്നൊരു ബർത്ത്ഡേ പാർട്ടി വന്നു. ഹസ്ബൻഡിനോട് നേരത്തെ വിളിച്ച് പറഞ്ഞെങ്കിലും എന്നെ അറിയിക്കാൻ താമസിച്ചു. ഹസ്ബൻഡും വീട്ടിലില്ല. അപ്പം നമ്മൾ പടപടയെ ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ. നമുക്കാണെങ്കിൽ ഗുജറാത്തി അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, എല്ലാം ചെപ്പച്ചെപ്പയായതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചൊരു ഗിഫ്റ്റ് വാങ്ങി. ഗിഫ്റ്റ് വേറെ നല്ല ഡ്രസ്സാട്ടോ എടുത്തത്. എനിക്ക് പറഞ്ഞു വളരെ ലോ ആയിട്ട് 500 രൂപയെ താഴെ ഒരു ഡ്രസ്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ കർണാടകക്കാരാട്ടോ അവർ. കർണാടകക്കാരുടെ കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അപ്പോൾ ഒരു 7 വയസ്സൊക്കെ ഉള്ളൂ ആളിന്. അപ്പോൾ അതിന് പറ്റിയൊരു ഡ്രസ്സ് എടുക്കാനാണ് വന്നത്. അങ്ങനെ ഓരോന്നോരോന്ന് നോക്കി. മറിയം നോക്കുന്നതെല്ലാം മറിയത്തിനും പറ്റിയ സാധനങ്ങൾ വല്ലതും ഉണ്ടോ. പാർട്ടി എന്ന് പറഞ്ഞാൽ മറിയത്തിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പാർട്ടിക്ക് കൊണ്ടുപോകാം, കേക്ക് വാങ്ങിത്തരാം എന്ന രീതിയിൽ ഞാനവിടെ ഉടായ്പ കളിച്ച് നിർത്തി. പെട്ടെന്ന് ടബടബയെ ഒരുങ്ങി കൈ കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്തു. തണുപ്പാണ്, രാത്രിയാണ്. ഇവിടെ തണുപ്പായതുകൊണ്ട് നേരത്തെ നേരം വൈകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റെഡിയായത്. എത്ര തലമുടി കെട്ടിയാലും എനിക്ക് ശരിയാവത്തില്ല. നമ്മുടെ അകത്ത് പോകണമെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമാണ്. വെളിയിൽ ഗുജറാത്തിൽ അത്ര നിർബന്ധമൊന്നുമില്ല, ക്യാമറ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും നമ്മൾ വന്നപ്പോൾ വന്നായിരുന്നു. കുറച്ച് നേരം അപ്പുറം ഇപ്പുറം വീടുകളിൽ കയറി കാര്യമൊക്കെ പറഞ്ഞു. മലയാളികളുടെ വീടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ അവർ ഫംഗ്ഷൻ നടത്തുന്നു. അവരെന്തൊക്കെയോ പൂജ നടത്തും കേട്ടോ. എന്ന് വെച്ചാൽ ആരതി ഒഴിഞ്ഞ് എന്താ മനസ്സിലായില്ല. ഞാനതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ആദ്യം കേക്കും ജിലേബിയൊക്കെ കിട്ടി, പിന്നെ പൂരി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് മറിയത്തെയും കൊണ്ട് തടപടേ നമ്മൾ വണ്ടി തിരിച്ചു വിട്ടു.